Android programming. Dear students, today we will discuss about the program spinner control. Write a program to spin the 4 items. ശരിക്കും നമുക്കിവിടെ സ്പിന്നർ കൺട്രോളിലെ കണ്ടന്റ് എന്ന് പറയുന്നത് കോംബോ ബോക്സ് അല്ലെങ്കിൽ സെലക്ട് ബോക്സ് എന്നുള്ള കണ്ടന്റ് ആണ് സ്പിന്നർ കൺട്രോളിൽ ആൻഡ്രോയിഡ് യൂസ് ചെയ്യുന്നത്. ഈ ലിസ്റ്റ് ഓഫ് ഐറ്റംസ് ഉണ്ടായിരിക്കും. ഇവിടെ 4 ഐറ്റംസ് ആണ് ആഡ് ചെയ്യാൻ പറഞ്ഞ് നമുക്ക് കുറച്ചധികം വാല്യൂസ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഏതാണ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് അത് നമുക്ക് ചൂസ് ചെയ്ത് കിട്ടും. ഓക്കെ, സ്പിന്നർ കൺട്രോൾ നോക്കാം. നമുക്ക് പ്രോഗ്രാം നോക്കാം. ഞാനിവിടെ എക്ലിപ്സ് ആണ് യൂസ് ചെയ്യുന്നത്. എക്ലിപ്സ്, ആൻഡ്രോയിഡ് എക്ലിപ്സ്. ഓക്കെ, എക്ലിപ്സിലാണ് ആൻഡ്രോയിഡ് ചെയ്യുന്നത്. ആൻഡ്രോയിഡ് ന്യൂ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ പ്രോജക്റ്റ്. ഇവിടെ നമുക്ക് എൻ്റർ ചെയ്യുന്ന ഓപ്ഷനാണ് സ്പിന്നർ കൺട്രോൾ. സ്പിന്നർ കൺട്രോൾ. ഓക്കെ, എക്സാമ്പിൾ നമുക്ക് ചേഞ്ച് ചെയ്യാം. ANOOS. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഐക്കൺ ചേഞ്ച് കൊടുക്കാം. ഐക്കൺ ചേഞ്ച് ആയിട്ട് നെക്സ്റ്റ് ബ്ലാങ്ക് ആക്ടിവിറ്റി ആൻഡ് ഫിനിഷ്. ഇവിടെ ലോഡ് ചെയ്ത് വരുന്നത് കംപ്ലീറ്റ് ലോഡ് ചെയ്യുമ്പോൾ ഇവിടെ ക്ലിയർ ആവും. ഓക്കെ, റിസോൾവ് 78% ക്ലിയർ ആയി. നമ്മൾ ക്രിയേറ്റ് ചെയ്ത വിൻഡോ ആണ് ഇവിടെ കാണുന്നത്. ഫസ്റ്റ് അതിലൊരു ലാബ് ഉണ്ടാവും, നമുക്ക് ഡിലീറ്റ് ചെയ്യും. സ്പിന്നർ കൺട്രോൾ ഐക്കൺ ഇവിടെ വർക്ക് ഉണ്ട്, ക്ലിയർ ആയി. ഇനി ഇത് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ ആദ്യം ഒരു സ്പിന്നർ കൺട്രോൾ ഇതിലേക്ക് ആഡ് ചെയ്യണം. എവിടുന്ന സ്പിന്നർ കൺട്രോൾ കിട്ടുക? ഇത് നോക്കുക, ഇതാ സ്പിന്നർ. സ്പിന്നർ നമ്മൾ ഇതിലേക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തിട്ട് സ്പിന്നർ. ഈ സ്പിന്നർ കൺട്രോൾ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഔട്ട്പുട്ട് ഏതാണ് സെലക്ട് ചെയ്തത് അതിന്റെ നമുക്ക് ഡിസ്പ്ലേ ചെയ്യണ്ടേ. അപ്പൊ അതിന് വേണ്ടി നമുക്കൊരു ടെക്സ്റ്റ് ഫീൽഡ് ആഡ് ചെയ്യാം. അത് ലാബൽ, അതായത് നമുക്കൊരു ടെക്സ്റ്റ് വ്യൂ കൊടുക്കാം റീഡ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമുക്ക് ടോസ്റ്റിൽ പ്രിന്റ് ചെയ്യിപ്പിക്കാം, ഏതിലും ചെയ്യിപ്പിക്കാം. അതിവിടെ ഒരു ടെക്സ്റ്റ് വ്യൂ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ 2 കൺട്രോൾ. ഇനി ഇതിന്റെ ജാവ കോഡ് നോക്കാം. ജാവ കോഡിലാണ് നമ്മൾ ബാക്കി ചെയ്യുന്നത്. ഓക്കെ, ജാവ കോഡിൽ 2 കൺട്രോൾസ് ഉണ്ടല്ലോ. ഈ 2 കൺട്രോൾസ് നമുക്ക് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ഫസ്റ്റ് വേണ്ടത് സ്പിന്നർ കൺട്രോൾ അല്ലേ. സ്പിന്നർ SP സെമികോളൻ. നെക്സ്റ്റ് വൺ എന്തായിരുന്നു? ടെക്സ്റ്റ് വ്യൂ അല്ലേ. സോ ടെക്സ്റ്റ് വ്യൂ അതിൻ്റെ കൂടായിട്ട് TV എന്ന് കൊടുക്കാം, സെമികോളൻ. ഇവ 2 കൺട്രോൾസ് അതിന് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഇനി അത് ഹാൻഡ് ഷേക്ക് ചെയ്യണ്ടേ? ഇങ്ങനെയായിരിക്കും. SP ഈക്വൽ ടു പറഞ്ഞോളൂ, ഫൈൻഡ് വ്യൂ ബൈ ID r.id. സ്പിന്നർ 1. സ്പിന്നർ കൺട്രോൾ ആണ്, അത് സ്പിന്നർ 1 സെമികോളൻ. ഓക്കെ, അത് കാസ്റ്റ് ചെയ്ത് കൊടുക്കുക. സെക്കൻഡ് TV അല്ലേ. TV ഈക്വൽ ടു ഫൈൻഡ് വ്യൂ ബൈ ID r.id. ഇതായിരുന്നു കൺട്രോൾ? ടെക്സ്റ്റ് വ്യൂ. ഓക്കെ, സെമികോളൻ, അതും കാസ്റ്റ് ചെയ്ത് കൊടുക്കുക. ആഡ് കാസ്റ്റ് ടെക്സ്റ്റ് വ്യൂ. ക്ലിയർ ആയോ? സോ 2 ഓപ്ഷൻസ്. ഇനി ഇപ്പൊ നമ്മൾ ടെക്സ്റ്റ് വ്യൂവിന്റെ അകത്ത് ഡാറ്റ ഒന്നും ഇല്ലല്ലോ. അപ്പൊ ഇതിന് ഡാറ്റ ഇല്ല, സ്പിന്നറിലെ ഡാറ്റ ഒന്നും ഇല്ല. ഡാറ്റ അത് ഇൻസേർട്ട് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യണം? ഒരു സ്ട്രിങ്ങിൽ കുറെ ഐറ്റംസ് റീഡ് ചെയ്ത് കൊടുക്കണം. അപ്പൊ സ്ട്രിങ് നമുക്ക് ഇവിടെ മെൻഷൻ ചെയ്യണം. ഏതാ സ്ട്രിങ്? array is equal to ബ്രാക്കറ്റിനകത്ത് അതിന്റെ നെയിം കൊടുക്കണ്ടേ? ഇതാണ് ഐറ്റംസ് അല്ലേ. ഐറ്റംസ് കൊടുക്കാം. ഐറ്റംസ് ഇസ് ഈക്വൽ ടു, ഇനി അതിനകത്ത് ബ്രാക്കറ്റിനകത്താണ് വാല്യൂ കൊടുക്കേണ്ടത്. ദാറ്റ് ഈസ് ഡബിൾ കോഡ്സിൽ വരുന്ന കൊടുക്കാം. ഫസ്റ്റ് കീബോർഡ്. ഞാൻ ഇവിടെ വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. ഐറ്റംസ് ഇതൊക്കെ കൊടുത്തിട്ടുള്ളത് കീബോർഡ്, മൗസ്, പ്രിന്റർ, സ്പീക്കർ, ദെൻ അവിടെ ഒരു സെമികോളൻ. ഓക്കെ, ഇപ്പൊ സ്ട്രിങ് ഇവിടെ ഡാറ്റ റീഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ SP അറേഞ്ച് ചെയ്തു. ഈ ഡാറ്റ നമുക്ക് അതിൽ റീഡ് ചെയ്ത് കൊടുക്കണം, വേണ്ടേ? സോ SP ഡോട്ട് സെറ്റ് ഓൺ ഐറ്റം. കൂടെ വരുന്ന നോക്കിയാൽ സെറ്റ് ഓൺ ഐറ്റം വരുന്നുണ്ടല്ലോ. ഓൺ ഐറ്റം ഓപ്ഷൻസ് നോക്കണം. സെലക്ടഡ് ലിസണർ, ഐറ്റം സെലക്ടഡ് ലിസണർ. ഓക്കെ, സെലക്ടഡ് ലിസണർ. അതിനുശേഷം ആ ലിസണർ ഏതാണോ ആ ലിസണറിന്റെ കണ്ടന്റ് അവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഏതാണ്? സെറ്റ് ലിസണർ ഓർഡർ ദിസ് എന്ന് കൊടുക്കുക. കാരണം കറന്റ് ആക്ടിവിറ്റിയിലാണ് ചെയ്യേണ്ടത്. അപ്പൊ ദിസ് കൊടുക്കുക. ഓൺ സെലക്ടഡ് ലിസണർ. ഇതിൽ ലിസണർ ആഡ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം? ഇംപ്ലിമെന്റ് ചെയ്യണം. മെയിൻ ആക്ടിവിറ്റി അത് ഇംപ്ലിമെന്റ് കൊടുക്കുക. ഈ ഒരു കണ്ടന്റ് മെയിൻ ആക്ടിവിറ്റി ഇംപ്ലിമെന്റ്സ് കൊടുക്കുക. അപ്പൊ മെയിൻ ആക്ടിവിറ്റി നല്ല എൻട്രി വരും. അത് നമുക്ക് എന്ത് ചെയ്യാം? അൺഇംപ്ലിമെന്റഡ് മെത്തേഡ്സിന് സെറ്റ് ചെയ്ത് കൊടുക്കുക. ക്ലിയർ? എല്ലാവരും പോയില്ലേ? ഓക്കെ, പോയി. ഓക്കെ, സോ ദിസ് ഇതുവരെ ഇത് നമുക്ക് അറിയാലോ. ഇത് മെനു ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് ഡിലീറ്റ് ചെയ്യാം, അത് വേണ്ട. സോ ഇവിടെ
ഓൺ ഐറ്റം സെലക്ടർ ദിസ് എന്നുള്ള കണ്ടന്റ് വന്നതോടുകൂടെ നമുക്ക് താഴെ അതിന്റെ എക്സ്ട്രാ ആയിട്ട് വേണ്ടോ ഓൺ ഐറ്റം സെലക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നുള്ള കോഡ് ഇവിടെ കറക്റ്റ് വരുന്നുണ്ട്. അപ്പൊ ഈ താഴെയുള്ള കോഡാണ് ഇനി ഫില്ല് ചെയ്യേണ്ടത്. ഓക്കെ, ഈ ഒരു അണ്ടർസ്കോർ ഒരു കണ്ടന്റ് ഇതിനകത്ത് നമുക്ക് വാല്യൂ ഇനി ടൈപ്പ് കൊടുക്കേണ്ടത്. ദെൻ ഐറ്റം സെലക്ട് ചെയ്യുന്ന ലിസ്റ്റ് വർക്ക് ചെയ്യിച്ചു. ഇനി നമുക്ക് വേണ്ടത് ഇതിന്റെ ഓപ്ഷൻ എന്താ, അതിൽ അറേ അഡാപ്റ്റർ യൂസ് ചെയ്യണം, സ്ട്രിംഗ് അഡാപ്റ്റർ അല്ലെ. അപ്പൊ അതിന് വേണ്ടിയുള്ള കോഡാണ് നെക്സ്റ്റ് നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത്. അറേ അഡാപ്റ്റർ, മുകളിൽ ഒരു അറേ കൊടുത്തിട്ടുണ്ടല്ലോ, ഈ ഡാറ്റകളെല്ലാം എവിടേക്ക് വരണം, ഈ സ്പിന്നർ കൺട്രോളിലോട്ട് ആഡ് ചെയ്ത് വരണം വേണ്ടേ. സോ അതിനുള്ള കോഡാണ് ഇതാ മുന്നേ അറേ അഡാപ്റ്റർ. പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തിയറി പറഞ്ഞിട്ടുണ്ടല്ലേ, അറേ അഡാപ്റ്റർ. യെസ്, അറേ അഡാപ്റ്റർ സ്ട്രിംഗ്. എന്ത് മുകളിൽ കൊടുത്ത സ്ട്രിംഗ് ആയിരുന്നില്ലേ, സ്ട്രിംഗ്. ഏത് അറേ അഡാപ്റ്റർ ഏത് ടൈപ്പാണ്, സ്ട്രിംഗ് ടൈപ്പാണ്. ദാറ്റ് ഈസ് സ്ട്രിംഗ്. ഒരു വാല്യൂ കൊടുക്കാം ADT അറേ അഡാപ്റ്റർ. അഡാപ്റ്ററിൽ ഞാൻ ADT ഒരു നെയിം കൊടുത്ത ഒബ്ജക്റ്റ് ഈസ് ഈക്വൽ ടു ന്യൂ അറേ അഡാപ്റ്റർ. ന്യൂ അറേ അഡാപ്റ്റർ സ്ട്രിംഗ് വന്നു അല്ലെ, സ്ട്രിംഗ് അഡാപ്റ്റർ. ഇനി കോണ്ടെക്സ്റ്റ്, ഏത് കോണ്ടെക്സ്റ്റിലാണ് പ്രിന്റ് ചെയ്യിപ്പിക്കേണ്ടത്, കറന്റ് കോണ്ടെക്സ്റ്റിലാണ് പ്രിന്റ് ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് ദിസ് മെയിൻ ആക്ടിവിറ്റി ഡോട്ട് ദിസ് എന്ന കണ്ടന്റ്, ഈ ഒരു കണ്ടന്റിൽ തന്നെ. ദെൻ ഇവിടെ ടെക്സ്റ്റ് വ്യൂ റിസോഴ്സ് ID ഏതായിരുന്നു, റിസോഴ്സ്, ഏത് റിസോഴ്സ് നമ്മൾ റീഡ് ചെയ്ത് കൊടുക്കേണ്ടത് നോക്കാം. ആൻഡ്രോയിഡ് ഡോട്ട് തന്നെ ഡോട്ട് R ഡോട്ട് ലേഔട്ട് അല്ല, യെസ്, ആൻഡ്രോയിഡ് R ഡോട്ട് ലേഔട്ട് ഡോട്ട് സിമ്പിൾ ലിസ്റ്റ് ഐറ്റം. ഓക്കെ, സിമ്പിൾ ലിസ്റ്റ് ഐറ്റം 1, സിമ്പിൾ ലിസ്റ്റ് ഐറ്റം 1 കോമ ഏതാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്, മുകളിൽ അതിന്റെ നെയിം എന്തായിരുന്നു, ഒരു അറേ കൊടുത്ത നെയിം ഐറ്റംസ് നെയിം അല്ലേ. ഓക്കെ, കോമ ഐറ്റംസ്. ഓക്കെ, സെമിക്കോളൻ. ഇത് കാണുന്നില്ലെങ്കിൽ ഞാൻ താഴത്തേക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാം. ഇവിടെ ഈ ദിസ് കഴിഞ്ഞ ഒരു എൻ്റർ കൊടുക്കാം. ഓക്കെ, ഇപ്പൊ കാണാലോ, ഇപ്പൊ കാണാം. ദിസ് കഴിഞ്ഞ കോമ കൊടുത്തിട്ടുണ്ട്. ആൻഡ്രോയിഡ് R ഡോട്ട് സിമ്പിൾ ലിസ്റ്റ് ഐറ്റം അണ്ടർസ്കോർ 1 ഐറ്റംസ്. അപ്പൊ ഇതിൽ കംപ്ലീറ്റ് ആ സ്ട്രിങ്ങിലുള്ള കംപ്ലീറ്റ് വാല്യൂസും എവിടേക്ക് ആഡ് ചെയ്ത് വന്നു, ഈ നോർമൽ വാല്യൂസിനോട്ട് ആഡ് ചെയ്ത് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ആഡ് ചെയ്ത് വന്നതിന് ശേഷം അതെന്ത് സെറ്റ് ചെയ്താൽ മതി അല്ലേ. ദാറ്റ് ഈസ് SP ഡോട്ട് സെറ്റ് അഡാപ്റ്റർ ADT. ഇപ്പൊ അത് റൺ ചെയ്യുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് ആ ഒരു അറേ അഡാപ്റ്ററിൽ വാല്യൂസ് എല്ലാം വന്നിട്ടുണ്ടാവും. ഇനി ഏതാണ് വന്ന വാല്യൂ അത് നമുക്ക് എവിടെ വേണം, സെലക്ട് ചെയ്ത വാല്യൂ ടെക്സ്റ്റ് ബോക്സിൽ ലാബിൽ പ്രിന്റ് ചെയ്ത് വരുന്നു അല്ലെ, ടെക്സ്റ്റ് വ്യൂവിൽ പ്രിന്റ് ചെയ്ത് വരുന്നു. അപ്പൊ അതിന്റെ കോഡ് ഇവിടെ താഴെ എഴുതാൻ വന്നിട്ടുണ്ടതാ, ഓൺ ഐറ്റം സെലക്ടഡ്. ഇതിലെ ഈ സ്ട്രിങ്ങിനകത്തുള്ള വാല്യൂ ഉപയോഗിച്ചിട്ട് ഒരു ഐറ്റം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ സെലക്ട് ചെയ്ത് കഴിഞ്ഞ വാല്യൂ എവിടെ വരണം, ടെക്സ്റ്റ് വ്യൂവിൽ വരണം. TV അതിലാണ് ഒബ്ജക്റ്റ് TV ഡോട്ട് സെറ്റ് ടെക്സ്റ്റ്. അവിടെ സെറ്റ് ടെക്സ്റ്റ് എവിടെ ടെക്സ്റ്റ് വെച്ചിട്ടുണ്ട്, ഐറ്റംസ് അല്ലേ, ഐറ്റംസ്. ദെൻ ആ ബ്രാക്കറ്റിനകത്ത് ഏതായിരുന്നു ARG2, ഈ ഒരു വാല്യൂ ARG അവിടെ വാല്യൂ, ഒരു മിനിറ്റ്, ARG2 അത് കോപ്പി ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്താൽ മതി. ARG വാല്യൂ സെമിക്കോളൻ കൊടുത്തു നോക്കി, സെമിക്കോളൻ. എറർ ഉണ്ടോ, എററൊക്കെ പോയി, ക്ലിയർ ആയോ. ആ ഐറ്റം ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്തില്ലേ ഇവിടെ കിട്ടും. ഇനി താഴെ വേറൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്, അതായത് ഓൺ ഐറ്റം നത്തിങ് സെലക്ട്. ഒന്നും സെലക്ട് ചെയ്തില്ലെങ്കിൽ എന്തെങ്കിലും പ്രിന്റ് ചെയ്യണം വെച്ചിട്ട് നമുക്ക് അതിന്റെ ആവശ്യമില്ല, സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം പ്രിന്റ് ചെയ്താൽ മതി. അപ്പൊ ആ കൂടെ ഒഴിവാക്കി. ഓക്കെ, റൺ ചെയ്ത് നോക്കാം. ഗുഡ്, മെയിൻ ആക്ടിവിറ്റി ഇംപ്ലിമെന്റേഷൻ നടത്തട്ടെ. ഓക്കെ, ഇപ്പൊ ചെയ്ത മെത്തേഡ് ഒന്നുകൂടെ പറയാം. സ്ട്രിംഗ് ആഡ് ചെയ്ത് ഈ സ്ട്രിംഗ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു രണ്ട് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു, അത് രണ്ടും ഹാൻഡ് ഷേക്ക് ചെയ്തു. ശേഷം ഈ SP എന്ത് ചെയ്തു, ഓൺ ഐറ്റം സെലക്ട് ചെയ്യാനുള്ള മെത്തേഡ് കറന്റ് ഒബ്ജക്റ്റ് വെച്ചിട്ട് റീഡ് ചെയ്തു, അതായത് കറന്റ് ആക്ടിവിറ്റീസ് റീഡ് ചെയ്തു. അതിനുശേഷം ഈ ഒരു അറയിലുള്ള കംപ്ലീറ്റ് വാല്യൂസും എവിടേക്ക് അസൈൻ കൊടുത്തു, അറേ അഡാപ്റ്ററിൽ നിന്ന്, സ്ട്രിംഗ് അഡാപ്റ്ററിൽ നിന്ന് നമ്മൾ ഇപ്പൊ ക്രിയേറ്റ് ചെയ്ത ആ ഒരു വാല്യൂ, അതായത് ഈ സ്പിന്നർ കൺട്രോളിലൊക്കെ ആഡ് ചെയ്ത് കൊടുത്തു. അതാണ് സെറ്റ് SP ഡോട്ട് സെറ്റ് അഡാപ്റ്റർ. ഈ അഡാപ്റ്റർ ക്രിയേറ്റ് ചെയ്തു. ഈ അഡാപ്റ്റർ നേരത്തെ എങ്ങോട്ട് കണക്ട് ചെയ്ത് കൊടുത്തു, ഈ SP അതായത് സ്പിന്നറിലോട്ട് കണക്ട് ചെയ്ത് കൊടുത്തു. അഡാപ്റ്ററിന്റെ ക്ലാസ് ഒക്കെ പറഞ്ഞിരുന്നല്ലോ, തിയറി ക്ലാസ് എടുത്തപ്പോ. ദെൻ ക്ലിക്ക് ചെയ്യുമ്പോൾ സെലക്ട് ചെയ്യേണ്ട കണ്ടന്റ് ഉണ്ടെങ്കിൽ എന്ത് വരും, സെലക്ട് ചെയ്ത കണ്ടന്റ് ഉണ്ടെങ്കിൽ അത് നോർമലി ആ കണ്ടന്റിൽ എന്ത് ചെയ്യും, TV ഡോട്ട് സെറ്റ് ഐറ്റം ARG2, അതായത് സെക്കൻഡ് കൊടുത്ത വാല്യൂ ഏതാണോ ആ വാല്യൂ ഓട്ടോമാറ്റിക് എന്ത് ചെയ്യും, ഇവിടെ ലിസ്റ്റ് ബോക്സിൽ പ്രിന്റ് ചെയ്ത് കിട്ടും. നോക്കാം, റൺ ചെയ്ത് നോക്കാം. ഇനി റൺ ചെയ്യാം.
നമ്മളെ പ്രോജക്റ്റിന്റെ വിൻഡോ ആണ് സ്പിന്നർ കൺട്രോൾ. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, റൺ ആസ് ക്ലിക്ക് ചെയ്യുക, ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ. ഇവിടെ നമുക്ക് റണ്ണിനെ കാണാൻ പറ്റും കൺസോളിൽ. ഓക്കെ, കണ്ടോ? അപ്ലോഡിങ് സ്പിന്നർ കൺട്രോൾ ഈ ഒരു വിൻഡോയിൽ അപ്ലോഡ് ചെയ്തു. അപ്ലോഡ് പക്ക വർക്കിംഗ് ആണെങ്കിൽ ഇൻസ്റ്റാളേഷൻ നടത്തും. ഇൻസ്റ്റാളേഷൻ സ്പിന്നർ കൺട്രോൾ .apk ഈ ഡിവൈസിലോട്ട് AVDയിലേക്ക് ഇൻസ്റ്റാളേഷൻ നടത്തും. ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആണെങ്കിൽ ഇവിടെ സക്സസ് എന്ന മെസ്സേജ് വരും. അതിനുശേഷം ഏത് ആക്ടിവിറ്റിയാണ് ആദ്യം റൺ ചെയ്യുന്നത് ആ ആക്ടിവിറ്റി ഓപ്പൺ ആയിട്ട് വരും. കണ്ടോ? സ്പിന്നർ കൺട്രോൾ നമ്മൾ കൊടുത്ത ഈ ഒരു ഐക്കൺ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കീബോർഡ് ആണ് മുകളിൽ കൊടുത്ത ഫസ്റ്റ് വാല്യൂ അല്ലെ. സെക്കൻഡ് മൗസ്, പ്രിന്റർ, സ്പീക്കർ. ക്ലിക്ക് ചെയ്ത് നോക്കാം. കണ്ടോ? താഴെ കീബോർഡ്, മൗസ്, പ്രിന്റർ, സ്പീക്കർ. മുകളിൽ ഓൾറെഡി സെലക്ട് ചെയ്ത കീബോർഡ് ആയിരുന്നു, അതുകൊണ്ട് താഴെ ഡിസ്പ്ലേ വന്നു. ഞാൻ ഇവിടെ മൗസ് ക്ലിക്ക് ചെയ്തു, മൗസ് വന്നു. കണ്ടോ? അടുത്തത് പ്രിന്റർ ക്ലിക്ക് ചെയ്തു, പ്രിന്റർ വന്നു. കുറച്ച് സ്ലോ ആണ്, എന്നാലും വർക്ക് ചെയ്യുന്നുണ്ട്. സ്പീക്കർ കണ്ടോ? ഏത് ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും അതവിടെ വരുന്നുണ്ട്, ഔട്ട്പുട്ട് ആയിട്ട് വരുന്നുണ്ട്. ക്ലിയർ ആയോ? സോ നെക്സ്റ്റ് പ്രോഗ്രാമായി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.